നന്ദുസ്വാമിക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതി സാറിന്റെ ഹായ് പറയണേ. കുറച്ച് കമന്റ്സ് നോക്കിയിരുന്നിട്ട് അതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഇപ്പോഴും കുറെ ആൾക്കാർക്ക് എന്തൊക്കെ നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞാലും കുറെ സംശയങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിപ്പോ പുതിയതായി കാണുന്നവരൊക്കെ ആയിരിക്കാം. ഇപ്പോഴും കുറെ സംശയങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ മാറ്റാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടത്. പിന്നെ ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരിപ്പാണ്. ഞാൻ ഇതോടെ ഒരാഴ്ച പറയുന്നുണ്ട് ടൂറ് പോവാന്ന്. കാരണം എനിക്ക് ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ഒന്നാമത് വീട്ടിൽ കുറച്ചു നേരം ഇരുന്ന് 2 ദിവസം അടിപ്പിച്ചിരുന്നാൽ മതി, അപ്പൊ തന്നെ ബോറടിക്കും. പിന്നെ ട്രിപ്പ് പോകാൻ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രണ്ടാൾക്കും ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ പോവാന്ന് വിചാരിച്ച ഒരാഴ്ച മഴ, ചൊവ്വാഴ്ച തുടങ്ങിയ മഴയല്ലേ, ഭയങ്കര മഴയാണ്. അപ്പൊ എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസാനം ഞങ്ങൾ എന്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ മഴ മാറിയില്ലേ ഞങ്ങൾ തീരുമാനിച്ചത് നാളെ പോവാന്ന് വെച്ചിട്ടാ. കൊറേ ട്രിപ്പുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്യണ്ടേ. എന്ന് വെച്ചാലേ ഇങ്ങനെ വീട്ടില് ഇങ്ങനെ ട്രിപ്പ് പോകണം. എന്താണാവോ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ട്രിപ്പ് പോകാൻ. എനിക്ക് അതിലേട്ടായാലും ഞങ്ങൾക്ക് രണ്ടാക്കി ഇങ്ങനെ കൊറേ ദൂരം കറങ്ങി നടക്കാൻ. അന്ന് കൊറേ സ്ഥലം ഇറങ്ങി കാണുന്നില്ല ഏട്ടെങ്കിലും. കാറിൽ ഇങ്ങനെ കൊറേ ദൂരം സഞ്ചരിക്കാൻ. നാളെ പോണ സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ പോവാത്ത സ്ഥലമാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് കയറിയിട്ടില്ല. അങ്ങനത്തെ സ്ഥലത്തേക്കാണ് പോണത്. എന്തായാലും അടുത്ത വീട്ടിൽ നമുക്ക് കാണാം എന്താന്ന്. പിന്നെ ഞങ്ങള് ഇന്നിപ്പോ തൃശ്ശൂരൊക്കെ പോവാണ്ട്. അപ്പൊ അവിടേക്ക് പോവാൻ വേണ്ടി ഇങ്ങനെ നിക്കട്ടാ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താന്ന് നോക്കാട്ടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹായ്, സുഖമാണോ? സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. രണ്ടാളുടെ ഏജ്? എനിക്ക് 19, 28. അതായത് ഈ വർഷം ഒക്ടോബറില് ഞങ്ങൾ രണ്ടാൾക്കും 1 വയസ്സ് കൂടും. ഈ ഒക്ടോബർ 24-ാം തീയതിക്ക് എനിക്ക് 20 വയസ്സാവും. ഈ ഒക്ടോബർ 28-ാം തീയതിക്ക് ഏട്ടന് 29 വയസ്സാവും. ഞങ്ങൾ 4 ദിവസം വയസ്സനായി കളവനായി. ഞങ്ങൾക്ക് 4 ദിവസത്തെ വ്യത്യാസമുള്ളത് ഞങ്ങളെ ബർത്ത്ഡേക്ക്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഈ പ്രാവശ്യം ബർത്ത്ഡേ ആഘോഷിക്കുക. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതേപോലെ ഒരുമിച്ച് ഏട്ടന്റെ ബർത്ത്ഡേ അന്നാണ് ഞങ്ങൾ രണ്ടാളും കൂടി ബർത്ത്ഡേ ആഘോഷിച്ചിട്ട്. എന്റെ ബർത്ത്ഡേ അന്ന് ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഏട്ടൻ ബാംഗ്ലൂരായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് എന്ന് 2 ബർത്ത്ഡേ അന്ന് അല്ലെങ്കിൽ ഏട്ടന്റെ ബർത്ത്ഡേ അന്ന് നടത്താന്ന് വെച്ചു. ഏട്ടന്റെ ബർത്ത്ഡേ അന്ന് ഏട്ടന് വർക്ക് ഉണ്ട്. അപ്പൊ ആലപ്പുഴയിലായിരിക്കും. മിക്കവാറും ഈ വർഷം എന്റെ ബർത്ത്ഡേ അന്നായിരിക്കും രണ്ടാളും കൂടി കേക്ക് മുറിക്കുക അല്ലെ. അത് പക്ഷെ രസമാണ്. ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ രണ്ടാളും ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ചുള്ള ഒരു ബർത്ത്ഡേ. അതും ഏകദേശം ഒരേ സമയത്തല്ലായിരുന്നു. അപ്പൊ ഒരുമിച്ച് നടത്താനാണ് ഇഷ്ടം. നമ്മള് പെണ്ണാളില് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ബർത്ത്ഡേ ഒരുമിച്ച് തന്നെ നടത്തിയത്. ഇത് അതേപോലെ ഒരുമിച്ച് നടത്തണം അല്ലെ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹെയർ ഓയിൽ ഏതാ യൂസ് ചെയ്യണേന്ന് അതിനെ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ. മുടി ടിപ്സ് ആയിട്ട് ഇപ്പൊ തന്നെ മുടി ടിപ്സ് ചോദിക്കില്ല. ബാക്കിലുണ്ട്, ഇത്രക്കല്ല, ബാക്കിൽ കുറച്ചുണ്ട്. ഇപ്പത്തെ മുടി ആരും കണ്ട ടിപ്സ് ഒന്നും ചോദിക്കില്ല. വേറെ ഒന്നല്ല, മുടി കൊഴിച്ചില്, പിന്നെ നമ്മൾ കുറച്ച് വെട്ടിക്കളഞ്ഞ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. എന്റെ മുടി ഇപ്പൊ അധികമൊന്നും ഇല്ല. പിന്നെ ഞാന് അവിടെ ഉള്ളപ്പോ എന്റെ വീട്ടിലുള്ളപ്പോ ഞാൻ നീലപ്രങ്കാതി യൂസ് ചെയ്താണ് എന്റെ വീട്ടിലുള്ളപ്പോ. ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് ഞാൻ നവരത്ന ആക്കിയിട്ടുണ്ട്. അത് ഇനി എങ്ങനെ എത്രത്തോളം വർക്ക് ചെയ്യുന്ന അറിയില്ല. പക്ഷെ ഇപ്പോഴും മുടി കൊഴിച്ചില് നല്ലോണം ഉണ്ട് കേട്ടോ. ഭയങ്കരമായി ഇപ്പോഴും മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അന്ന് ഡാമേജ് വന്നപ്പോ കുറച്ച് വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കേറിന് പോയിണ്ടായിരുന്നു. ഇപ്പൊ ഇപ്പൊ ഏട്ടൻ മുടി വളർത്തോണ്ടിരിക്കാണ് കേട്ടോ. അതാട്ടെ വെട്ടാത്ത. ഏട്ടന് കുളിച്ചിലൊന്നുമില്ല. എല്ലാരും ചോദിക്കുന്നത് ഏട്ടൻ മുടി വെട്ടാത്തേന്ന്. അതാണ് കാരണം. ഇപ്പൊ മുടി വളർത്തോണ്ടിരിക്കാണ്. എന്റെ മുടി ഇപ്പൊ ഞാൻ നവരത്ന തേച്ച് ശരിയാക്കി വരുന്നുണ്ട്. പിന്നെ ടിപ്സ് എന്ന് പറയാൻ ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യണില്ല. എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ വന്നേന്റെ ഇങ്ങനെ സെറ്റ് ആവണേന്റെ ഇപ്പൊ ഒന്നും ചെയ്യില്ല. ഞാൻ അവിടെ ഉള്ളപ്പോ ചെയ്തത് മുട്ടര വെള്ളയിലും പിന്നെ ഉലുവ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടാ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് ഇടാം. ഡെയിലി വാഷ് ചെയ്യാറുണ്ടോ? ഇല്ല, ഒരു ദിവസം ഇടവിട്ട്. എന്റെ അവിടെ ഉള്ളപ്പോ ഞാൻ ഡെയിലി വാഷ് ചെയ്തില്ല. ഇവിടത്തെ അവൾ അത്ര ശരിയല്ല, തന്നെ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് വാഷ് ചെയ്യാം. ഡെയിലി വാഷ് ചെയ്താൽ മുടി കൊഴിഞ്ഞു പോകും. ഞാനൊക്കെ ഡെയിലി വാഷ് ചെയ്യാറുണ്ട്. ഏട്ടന് കുഴപ്പമില്ല. ചിലപ്പോ ലേഡീസിനായിരിക്കും. പിന്നെ എന്റെ മുടി ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. താലിയുടെ പ്രത്യേകത എന്താണെന്ന്
2 താലി ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടല്ലോ? താലി 2 എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ശിവലിംഗത്താലി, ഒന്ന് നമ്മുടെ നോർമൽ താലിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിപ്പോ കല്യാണം ആദ്യം ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ കെട്ടിയപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞൊരു താലിയാണ് കെട്ടിയത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ താലി പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഗുരുവായൂർ പോയപ്പോഴാണ് ഈ താലി ഇട്ടത് കേട്ടോ. അപ്പോൾ ആദ്യം കെട്ടിയ താലിയല്ലേന്ന് വെച്ചിട്ട് ഞാൻ ഇത് ഇടുന്നുണ്ട്. ഇന്നാളൊരു സൂചി വെച്ചപ്പോൾ എനിക്ക് എന്തോ പിന്നെ മനസ്സിനൊരു സുഖം തോന്നില്ല. അപ്പം ഞാൻ പിന്നെ അതെടുത്ത് ഇട്ടു കേട്ടോ. അപ്പോൾ ചെറിയ താലി ഇതുണ്ടാവും. 2 താലി ഞാൻ ഒരുമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് ശിവലിംഗത്താലിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ? പ്രത്യേകത തമിഴ്നാട്ടിലൊക്കെ പോകുന്ന പ്രത്യേകത ഉണ്ട്. അവരതിന്റെ ഓരോ കാസ്റ്റ് അനുസരിച്ചാണ് അവർക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട്. എനിക്കതൊന്നും അറിയില്ല. എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ എന്നെ ശിവലിംഗത്താലി എന്ന് പറഞ്ഞ് പണിയിപ്പിച്ചു എന്നുള്ളൂ. നമുക്കതിന്റെ വലിയ പ്രത്യേകത അറിയില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ കൊറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. രസമുണ്ട്. ഈ 2 താലി ഇട്ടുകൊണ്ട് നമുക്ക് ചിലവര് പറയേണ്ടത് ഇടാൻ പാടില്ല, ചിലവർ ഇടാൻ പറയണ്ട, അങ്ങനെയൊക്കെ കുറെ പറയണ്ട്. ഞങ്ങള് ഇപ്പൊ കുഴപ്പമൊന്നും 2 താലി ഇട്ടിട്ട് അതൊന്നും ഇടുന്നുണ്ട്. ഊരുമ്പൊക്കെ എന്താ അത്ര സമാധാനക്കുറവുണ്ട്. ഊരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉള്ള പോലെ തോന്നാം. ഊരാണ്ട് 2 താലി ഇട്ട് നടക്കണ്ടേ. അതെ. അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാൻ ഇഷ്ടം ആയിരുന്നല്ലോ, അതിനിപ്പോ പോകുന്നുണ്ടോന്ന്? ഇഷ്ടം തന്നെയാണ്. ഇപ്പൊ പോയിട്ടില്ല. ഇനി എത്രയും പെട്ടെന്ന് പോയി ഒക്കെ ചെയ്യണമെന്നുണ്ട്. പഠിക്കണം. പിന്നെ കുറച്ചുകൂടി പഠിക്കാണ്ട്. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്നൊക്കെ ചെയ്യും. എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ ഇഷ്ടം തന്നെയാണ്. അടുത്തത്, നിങ്ങൾക്ക് 2 ആൾക്കും ഒരേ സ്വഭാവമാണോ? കാണുമ്പോ തോന്നുന്നുണ്ടെന്ന് ആലോചിച്ചേ. പേരൊക്കെ നോക്കിണ്ട്. ഒരേ സ്വഭാവം എന്നല്ല, ഏട്ടന്റെ വേറെ സ്വഭാവം, എന്റെ നല്ല വേറെ സ്വഭാവം. ഞങ്ങൾക്ക് 2 നല്ല വ്യത്യാസമുള്ള സ്വഭാവങ്ങള് അല്ലേ? 2 നല്ല വ്യത്യാസാ. അതെന്താ അങ്ങനെ അത്ര ഇല്ല, 2 സ്വഭാവത്തിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാവർക്കും ഉണ്ടാവൂല. എന്താണ് ഏട്ടാ വെറുതെ കാണിക്കാനിട്ടാ? അതെന്ത് നമ്മളെല്ലാം പ്രശ്നമുണ്ടാ? ഇങ്ങനെ കാണിക്കുമ്പോ ആൾക്കാർ പ്രശ്നമുണ്ട്. തമാശ കാണിച്ചാട്ടാ. അല്ല, 2 സ്വഭാവം നല്ല ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ പറയാം. നല്ല ഡിഫറൻസ് ഉണ്ട്. ഏട്ടന്റെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടങ്ങൾ ഒന്നും ഒന്നല്ല, എന്നാലും ഏകദേശം ഒന്നായിട്ട് വരുന്നുണ്ട് അല്ലേ? പിന്നെ കല്യാണം കഴിഞ്ഞ ആദ്യ സമയത്ത് നമ്മളുടെ സ്വഭാവങ്ങള് നമുക്ക് കുറെയൊക്കെ ഇതുണ്ടാവും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കറക്റ്റായിട്ട് വരും. ഇപ്പൊ നന്നായി പോവുണ്ട്. ഇനി അറിയില്ല. ഞങ്ങൾ 2 സ്വഭാവം നല്ല വ്യത്യാസമുണ്ട്. ഏട്ടനെ കുറച്ച് ദേഷ്യമുള്ള സ്വഭാവം. ഞാൻ തിരിച്ചാണട്ടാ. സത്യത്തില് എനിക്കാണ് ദേഷ്യം. ഏട്ടൻ ഭാവം സൈലന്റ് ആണ്. ഏട്ടന്റെ സ്വഭാവം ഗുണമെന്ന് വെച്ചാ ഭയങ്കര സൈലന്റ് ആണ്. നമ്മളിപ്പോ തല്ലുണ്ടാക്കിയാലും മിണ്ടാണ്ടിക്ക് ദേഷ്യം വരും. ഞാൻ പറയും എന്തെങ്കിലും ഒന്ന് വായിച്ചോന്ന് പറയാ ആ നേരത്തെ സൈലന്റ് മിണ്ടാണ്ടിരിക്കും. തല്ലുണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വോൾട്ടേജ് തോന്നുന്നത്. ഞാനാണെങ്കിൽ വായ അടിച്ചോണ്ടിരിക്കും. പറഞ്ഞിരിക്കും. ഏണ്ണാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടൂല. വായിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. അതാണ് പ്രശ്നം. പറഞ്ഞാലാണ് ഞാൻ പറയാൻ സമ്മതിക്കില്ല. ഇടയിൽ ഞാൻ സൈലന്റ് ഏറ്റവും വലിയ സൊല്യൂഷൻ. എല്ലാരും അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞിന്റെ വീട്ടുകാരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, അതോ അവർ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുമോ? ഈ 2 കുറെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഉത്തരം പറഞ്ഞേക്കും. അങ്ങനെ വിളിക്കാൻ ഇപ്പൊ പ്ലാനിങ് ഇല്ല അല്ല. വിളിക്കാൻ നമ്മ വിളിച്ചിട്ടുണ്ട്. ഒരു വട്ടം വിളിച്ചിട്ടുണ്ട്. അതെന്ത് കാരണത്തിലാണ് നമ്മൾ വിളിച്ചത്? യൂട്യൂബിന്റെ കുറച്ച് കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ യൂട്യൂബിന്റെ പേയ്മെന്റ് കുറച്ച് കാര്യത്തിനുണ്ട്. ടാക്സിന്റെ കാര്യത്തിനാണോ? അല്ല, യൂട്യൂബിന്റെ പേയ്മെന്റ് അന്ന് തെറ്റിപ്പോയപ്പോ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നോ? അത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലാതെ വിളിച്ചിട്ടൊന്നുമില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ അങ്ങോട്ട് കയറി മിണ്ടാൻ റെഡിയാണോ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഇല്ല. ബാക്കി ജീവിതല്ലേ, വഴി പോലെ എന്താണ്ടാവും നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അതിന് പാരന്റ്സിനോട് മിണ്ടിയാലും അഞ്ജനോട് മിണ്ടാൻ താല്പര്യം ഉണ്ടോന്ന് അതൊന്നും ഇപ്പൊ ഞങ്ങൾ ആലോചിക്കണില്ല.
ഇപ്പൊ ഇങ്ങനെ പോട്ടെ, ഇനി അതിനുള്ള സമയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ ചിലപ്പോ മിണ്ടും, ചിലപ്പോ മിണ്ടാണ്ടിരിക്കാം. അതൊന്നും ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നില്ല അല്ലേ? ഒരു പ്ലാനും ഇല്ല. ഇന്ന് ഹാപ്പിയാണ്, നാളെ കണ്ടില്ലേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പൊ ഓരോരോ ദുരന്തങ്ങളായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. ജീവിതം ഇപ്പൊ ഞാൻ പറയാനുള്ള ടിപ്സാ, ഇന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചു, നാളത്തെ ആലോചിക്കണ്ട. നാളെ അല്ലേ, ഇപ്പൊ നാളെ നല്ല മഴയും ഇതൊക്കെയാണ് വരുന്നത്. അതും പറഞ്ഞ നമ്മൾ പുറത്തിറങ്ങാൻ ഒരു കാര്യമില്ല. പുറത്തിറങ്ങാൻ അയാളൊക്കെ ചെയ്യാം, വേണ്ട അയാളൊക്കെ ചെയ്യാൻ പോരാ. വലിയൊരു ദുരന്തം അതിന്റെ വിഷമം ഉണ്ട്. 200 ഇത്രയും സംതിങ് ആൾക്കാർ 241 പേരൊക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമം. അതും പോരാതെ അന്നിടിച്ച ആൾക്കാർ ഹോസ്റ്റലത്തെ പിള്ളേരാണ്, അവര് പോലും പ്രതീക്ഷിക്കണില്ല. പെട്ടെന്ന് വന്നുള്ള ഷോക്കിംഗ് അല്ലേ. അങ്ങനെ അത്രയും കുറെ ആൾക്കാരൊക്കെ മരിക്കും. അവരൊക്കെ എത്രയോ സ്വപ്നങ്ങളും കാര്യങ്ങളും മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവരുടെയും സ്വപ്നങ്ങളെല്ലാം തകർന്ന് ഒരു നിമിഷത്തെ ഒരു ഇതിലൂടെ തകർന്നു. അപ്പൊ ഒന്ന് നാളേക്ക് വേണ്ടി എടുത്തേക്കലൊന്നുമില്ല. ഉള്ള കാശ് ഉള്ളത് എന്താന്ന് വെച്ചാൽ അപ്പൊ സന്തോഷിച്ച് ജീവിക്കുക. അല്ലാതെ നാളേക്ക് പറഞ്ഞ ഒന്നും മാറ്റി വെക്കാതിരിക്കും ബെറ്റർ. ഇപ്പൊ ജീവിതത്തിന് ഒന്നിനും ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. ഓരോ ദുരന്തങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് ഇപ്പുള്ള സന്തോഷത്തില് നല്ല ജീവിച്ചു പോവാ. പിന്നെ മറ്റേ അങ്ങോട്ട് പോണ കാര്യം വിളിക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. മിണ്ടില്ല എന്നും പറയുന്നില്ല. എന്താണ് ജീവിതത്തിൽ വരണെന്ന് വെച്ചാൽ അങ്ങനെ പോയി. ഇപ്പൊ എന്തായാലും നോക്കാനില്ല. അടുത്തത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? രണ്ടാളും രണ്ട് ദിശയിലുള്ള രണ്ടാളും ഒരുമിച്ച് ജീവിക്കണം. പെട്ടെന്നൊന്നും കല്യാണം കഴിക്കരുത്. അങ്ങനെയാണ് ഞാനല്ല ആദ്യം പറയണ്ട. ഇപ്പൊ ഒന്ന് കല്യാണം കഴിക്കേണ്ട മക്കളെ രക്ഷപ്പെട്ടു. അതല്ല ഇതേടെ തമാശക്കരുത് ആണോ? കല്യാണം കഴിക്കണ വേണ്ട പറ പറ. ഇല്ല, എനിക്കങ്ങനെ അത്ര പ്രശ്നമൊന്നും തോന്നില്ല. നല്ല രീതിയിൽ പോണു. പിന്നെ അല്ല, ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കാണ്ട് മുന്നേ ഉണ്ടാവും ഓരോ പ്രശ്നങ്ങൾ. കല്യാണം കഴിഞ്ഞാലും ഉണ്ടാവും. അങ്ങനെ കല്യാണം നല്ല രീതിയിൽ പോണു. കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ജീവിതത്തില് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വേണം. എന്നാ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അതിന് തയ്യാറായാൽ മാത്രം കല്യാണം കഴിക്കുക. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കാൻ തയ്യാറായാൽ മാത്രം കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഇല്ലാതിരിക്കാണ് നല്ലത്. ഞങ്ങൾക്ക് രണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തയ്യാറായിട്ടാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ജീവിതം ഇപ്പൊ നന്നായി പോകുന്നുണ്ട്. ഇനി അറിയില്ല. അടുത്തത് നിങ്ങളെ നല്ല ഇഷ്ടമാണ് കുട്ടികളെ, ഇതുപോലെ സന്തോഷമായി ജീവിക്കൂ. കുഞ്ഞൻ ശരിക്കും നല്ല മെച്ചോർഡായ പോലെയാണ് തോന്നുന്നത്. അമ്മയെയും കൂട്ടിയൊരു ഹൂ നൗ ഗൂഗിൾ ബെറ്റർ ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ട്. ആരാ ചോദിച്ചത്? ഗായത്രി. അപ്പൊ നമ്മളെ ഇഷ്ടം പറഞ്ഞേ താങ്ക് യു. പിന്നെ ഞാൻ മെച്ചൂർഡായിരുന്നു. ഇപ്പൊ കൊറേ ആൾക്കാർ പറയണ്ടേ ശരിക്കും തോന്നാറില്ല. മനുഷ്യട്രോളാൻ വേണ്ടി വന്നിരുന്നൊക്കെ എന്താ സത്യസന്ധമായിട്ട് പറയുമ്പോ എല്ലാരും ഇപ്പൊ പറയുന്നുണ്ട് മെച്ചൂർഡായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ടത്തെ പോലെ ഞാൻ ചിലപ്പോ വീഡിയോ കാണുമ്പോ തോന്നുന്നതായിരിക്കും അല്ലേ? ഞാൻ പണ്ടത്തെ പോലെ ഉണ്ടല്ലേ? പണ്ടത്തെ പോലെ നല്ലട്ടാ, വ്യത്യാസമുണ്ട്. അത് എന്താ പറയാ, ഒരു കുടുംബിനി, കുടുംബനാഥ എന്ന് പറയുന്ന പോലെ. അതുപോലെ ഞാൻ സത്യമാണൊക്കെ പറയാതൊന്നും പറയാൻ മനസ്സിലായില്ല. ഇല്ല, വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ലേ കുടുംബത്തിലേക്ക് വരുമ്പോഴൊരു വ്യത്യാസം എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നില്ല. അതെനിക്കുണ്ട്. ഇപ്പൊ ഞാൻ പഴയ പോലെ ഒന്നുമില്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിട്ടുണ്ട്. നല്ല ഡിഫറെന്റ് ആയിട്ടുണ്ട്. പഴയ പിന്നെന്താ ചാലഞ്ച് വീഡിയോ അല്ലേ ചോദിച്ചത്? അത് ചെയ്യാം. പിന്നെ എനിക്ക് അതിനെ കുറിച്ച് അത്ര അങ്ങനെ ഞാൻ പറഞ്ഞു. പ്രധാനമായിട്ട് നമുക്ക് വീട്ടിലിപ്പോ ഇരിക്കണം എന്നുള്ളൂ. ഇങ്ങനെ യാത്രകളാണ് കൂടുതൽ ഇഷ്ടം. യാത്രകൾ വീഡിയോ എടുക്കാനാട്ടെ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് കാണാൻ നിങ്ങൾക്ക് എന്ത് ഇഷ്ടം വെച്ചാൽ അതും കമന്റ് ഇടാം അല്ലെ? അതന്നെ, എന്തൊക്കെ കമന്റ് ഇട്ടോട്ടാ. അങ്ങനത്തെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അല്ലെ? ഞങ്ങളെ ഇഷ്ടമെന്ന് പറഞ്ഞാല് താങ്ക് യു. യെസ്, മീ ടു. അടുത്തത്
ഹായ് കുഞ്ഞൻ ആൻഡ് അച്ചു. എന്നും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതാരാ പറഞ്ഞത്? പ്രിയ മോഹൻ. താങ്ക് യു ചേച്ചി. താങ്ക് യു. നന്നായി നിങ്ങളെയൊക്കെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതം നന്നായി പോണത് അല്ലേ? അതെ, എല്ലാവരും പ്രാർത്ഥന. അടുത്തത് ആദ്യം ഒരു ഹായ് പറയുമോ? ഹായ്. നിങ്ങൾ എന്റെ പേര് അയച്ചില്ലല്ലോ. എന്താ പേര്? നാഫിയ നാസർ. ഓക്കെ. പിന്നെന്താ? ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിട്ട് ഇത് കണ്ണ ബ്രൈറ്റ്നസ് ഭയങ്കരമായിട്ട് എന്റെ ഫോണിൽ കുറച്ചിട്ടുണ്ട്, അപ്പൊ ഒന്നും കാണൂല. ഇപ്പഴത്തെ എനിക്ക് വെറും ബ്ലാക്കാ. ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അടിപൊളി ജോഡിയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ ഏട്ടന്റെ വീട്ടിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഐ മീൻ അടുക്കളപ്പണികളൊക്കെ ഉണ്ടെന്ന് ചോദിക്കണത്. അടുക്കളപ്പണി കഴിഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് അറിയില്ല നമുക്ക്. എനിക്കാണ് കുക്കിംഗ് വല്ലാണ്ടൊന്നും അറിയില്ല, എന്താ വെച്ചാൽ പഠിച്ചു തന്നെയുള്ളൂ. പിന്നെ അറിയണ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പൊ അടുക്കളയിലായാലും ഞാൻ എന്നെ സഹായിച്ചു കൊടുക്കും. പേട്ടൻ കാണുന്നുണ്ട്, പേട്ടനറിയാം. എല്ലാത്തിനും സഹായിച്ചു കൊടുക്കും. അപ്പൊ എല്ലാം ചെയ്യും. ഞങ്ങൾ രണ്ടാളും കൂടി, ഞാനും അമ്മയും കൂടി എല്ലാം പണി ചെയ്യും. അങ്ങനെ പോകുന്നു അല്ലേ? അതിന്റെ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഇല്ല, ഇതൊക്കെ ഡെയിലി റൊട്ടീൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ എനിക്കും എന്തെങ്കിലും അമ്മ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള കറിക്കുള്ള സാധനങ്ങൾക്ക് അരിഞ്ഞു കൊടുക്കുക, സെറ്റ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യും. പിന്നെ അടിച്ചു വര തുടയ്ക്കുക, അങ്ങനെ. പിന്നെ എന്താ കറിക്കുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കലും അങ്ങനെയൊക്കെ നോക്കും. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അമ്മ അടുത്തുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ നോക്കും. പിന്നെ ഫാൻ അതാണ് ഭയങ്കര ചൂട്. ഫാനിട്ട സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. ഹസിന്റെ വീട് കൊടുങ്ങല്ലൂർ. കറക്റ്റ് എവിടെയാണ് ചോദിച്ചേക്കണത്? അപ്പൊ കൊടുങ്ങല്ലൂര് എടവിലങ്ങ് എന്നുള്ള സ്ഥലത്താണ്. എടവിലങ്ങ് നടവരമ്പത്ത് വീട്. പിന്നെ മുന്നത്തെ വീരം പറഞ്ഞിട്ട് ചിലപ്പോ കേൾക്കാത്തവരായിരിക്കും. പിന്നെ കുഞ്ഞ് യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. അതിലൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ എന്തായാലും ചെയ്യാം ഞാൻ. പിന്നെ ഒരുപാട് എനിക്കങ്ങനെ വാരി പൊത്താറില്ല എന്നുള്ള മേക്കപ്പ് അത്യാവശ്യം ചെയ്യാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. ഉള്ള കുറച്ച് സാധനം എനിക്കിപ്പോ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, അങ്ങനെ ഐലൈനർ, 2-3 കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ അത് വെച്ചിട്ടല്ലേ ഞാൻ ചെയ്യണത്. എന്താണ് കളിയാക്കുന്നത്? സത്യമായിട്ടും കൊറേ പ്രോഡക്റ്റ് ഇല്ല, ഉള്ളോണ്ട് എങ്ങനെയും ഒക്കെ ചെയ്തിട്ട് എല്ലാം മേക്കപ്പ് ആക്കും. ഞാൻ ഷെയ്ഡൊന്നും മേടിക്കാറ് പോലുമില്ല. കണ്ണെഴുതും പേട്ടൻ പറഞ്ഞിട്ടാണ്. എനിക്ക് ഫൗണ്ടേഷൻ ഇടും, അല്ലെങ്കിൽ ഇപ്പൊ ഫെയർ ഇല്ല, അങ്ങനെ എന്തെങ്കിലും ക്രീം കഴിക്കും, മോയ്സ്ചറൈസർ കഴിക്കും, അങ്ങനത്തെ ഒക്കെ ഉള്ളു. പിന്നെ അതിനെ കുറിച്ച് ഉണ്ടാ മേക്കപ്പ്. പിന്നെ എന്റെ മേക്കപ്പ് അത്ര അടിപൊളി ഒന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യമാണെങ്കിലും എനിക്കത് ഭയങ്കര എനിക്കതൊക്കെ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടായാലും എന്റെ മുഖത്ത് കുറച്ചു നേരം കഷ്ടപ്പെടും, കഴിയുമ്പോൾ കളയും. എനിക്ക് മേക്കപ്പ് ചെയ്ത് നടക്കാൻ ഇഷ്ടമാണ്. എല്ലാവരും എനിക്ക് സിമ്പിൾ ആയിട്ട് നടക്കുന്നില്ല, എനിക്ക് അത്യാവശ്യം മേക്കപ്പ് ചെയ്ത് നടക്കാൻ ഇഷ്ടം. ഒരുങ്ങി നടക്കാനാണ് എനിക്ക് ഇഷ്ടം. അതുപോലെ എന്റെ ഭർത്താവിന് അതെ ഒരുങ്ങി നടക്കുന്നവരെ തന്നെയാണ് കൂടുതൽ താല്പര്യം. അപ്പൊ ഞാനായാലും ഒരുങ്ങി നടക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അടുത്തത് രണ്ടുപേരുടെയും പോസിറ്റീവ് നെഗറ്റീവും പറയുമോ? ഏട്ടന്റെ ആദ്യം നെഗറ്റീവ് പറയും. ഏട്ടന്റെ നെഗറ്റീവ് ഞാൻ ആദ്യം പറയാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാലേ ചില സമയത്ത് നമ്മൾ പറയുന്നത് മനസ്സിലാക്കണം. പെട്ടെന്നൊരു ദേഷ്യം കയറും, എന്നാൽ അത് അപ്പൊ തന്നെ സോൾവ് ആവട്ടാ. പക്ഷെ പെട്ടെന്നൊരു ദേഷ്യം വരല് സ്വഭാവം ഉണ്ട്. അതാണ് ചെറിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിക്കണേ. പിന്നെ പോസിറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ തല്ലുണ്ടാക്കുമ്പോ പറഞ്ഞാലും മിണ്ടാതിരിക്കും. അത് ചില നേരത്തെ എനിക്ക് നെഗറ്റീവായി തോന്നാറുണ്ടോ. നമ്മൾ പറയുമ്പല്ലേ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും, എനിക്ക് ദേഷ്യം വരും. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലല്ലേ എനിക്ക് പിന്നെ പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും തിരിച്ചു പറയില്ല, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. അതാണ് ഒരു പോസിറ്റീവ് കാര്യം. എന്ത് കേട്ടാലും അങ്ങനെ വലിയതായിട്ട് പ്രതികരിക്കില്ല. പിന്നെ അനാവശ്യമായി തല്ലുണ്ടാക്കില്ല. ഞാൻ എന്താ പറയും ഇത് പറഞ്ഞിട്ടത് ക്യാമറ കട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് കുഞ്ഞിന്റെ നെഗറ്റീവ്. ഇത് പറഞ്ഞിട്ട് ക്യാമറ കട്ട് ചെയ്തിട്ടുണ്ട് സ്വഭാവം. സത്യം പറയാണോ? വിശ്വസിക്കില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാല് അല്ല, അതിന്
സത്യം പറയും. ഞാൻ അങ്ങനെയാണോ? അല്ലല്ല. വേറെ സ്വഭാവമാണോ? ഇല്ല ഞാൻ തമാശ. നെഗറ്റീവ് എന്ന് പറയണത് നെഗറ്റീവ് ഉണ്ട്. അത് ഇപ്പൊ ഞാൻ ചിന്തിക്കണ പോലെ തന്നെ ആൾ ചിന്തിച്ചെന്ന് വരുന്നില്ല. നെഗറ്റീവായിട്ട് ചിലപ്പോ തോന്നില്ല അല്ലെ. അത് പ്രായത്തിന്റെ ഒരു ഇതില്ലേ, പിന്നെ നമ്മളെ ചിന്താഗതി വ്യത്യാസമില്ലേ, അതില് വരുന്ന കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ്. അതാണ് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നണം. വേറെ ഒന്നുമില്ലേ? പിന്നെ നെഗറ്റീവായിട്ട് എന്താ നെഗറ്റീവായിട്ട് പിന്നെ ഒന്നുമില്ല. പിന്നെ പോസിറ്റീവ് എന്ന് പറയണത് ആള് നല്ലൊരു കെയറിങ് ആണ്. അതാ പോസിറ്റീവ്. അല്ല അതല്ല വേണ്ടത് ജീവിതത്തില്. അത് പോസിറ്റീവാണ് സംഭവം. കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ മറന്ന കാര്യങ്ങൾ പോലും ഓർമ്മിപ്പിച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആൾക്കുണ്ട്. അതാണ് ഒരു പോസിറ്റീവ്. ഞാൻ മിക്കപ്പോഴും ഒരു കാര്യം മറന്നു പോകും. പെട്ടെന്ന് മറക്കുന്ന സ്വഭാവം. പെട്ടെന്ന് മറന്നു പോകും. എന്റെ കഷ്ടപ്പാട്. അതാണ് കഷ്ടപ്പാട്. അടുത്തത് ഒരുപാട് അകലെ നിന്നും ഒരു ബിഗ് ഹായ് തരുമോന്ന് അംബിക ചേച്ചി. ഹായ്. പിന്നെ ചേച്ചിയാന്ന് വിചാരിക്കണോ അറിയില്ല. അംബിക എന്നാണ് പേരുണ്ട്. ഹായ്. അതന്നെ. നിങ്ങൾ വ്ളോഗൊക്കെ അടിപൊളിയാണ്. ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാൻ. ഈ പറഞ്ഞ പോലെ ഇടാത്തതിന്റെ കാരണം ഈ യാത്രയാണ് കേട്ടോ. ആ യാത്ര എന്തായാലും പോയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിരിക്കും. പിന്നെ ഡെയിലി നമുക്ക് ഇടാനായിട്ടൊന്നും വല്ലാണ്ട് ഉണ്ടാവാറില്ല വീഡിയോസ്. പിന്നെ ഇടയിലൊക്കെ പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് കാര്യം തിരക്കൊക്കെ ആവുമ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ വിട്ടുപോണതാണ്. പക്ഷെ പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് വീഡിയോ ഇങ്ങനെ പുറത്തു പോയി എടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് എന്നിപ്പോ എത്രത്തോളം വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും എടുത്തിടാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി ഇടാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇന്നും കൂടെ അത് സംസാരിച്ചോളൂ ഈ ഒരു കാര്യം. അപ്പൊ എന്തായാലും ശ്രമിക്കാം. പിന്നെ മേക്കപ്പിന്റെ വീഡിയോ ഇടുമ്പോ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് മേഘ. ഹായ്. പിന്നെ അമ്മയെ ഒന്ന് വിളിച്ചൂടെന്ന് വിളിക്കുന്നുണ്ട്. അതൊന്നും നേരത്തെ പറഞ്ഞില്ലേ, വാശൊന്നും വേണ്ട അമ്മയിലൊക്കെ വിളിക്കാനാ പറയണത്. പിന്നെ ബേബി പ്ലാനിങ് ഉണ്ടോ? പ്ലാനിങ് ആയിട്ടൊന്നുമില്ല. ഉണ്ടാവുമ്പോ ഉണ്ടാവും അങ്ങനെയുള്ളൂ അല്ലേ? അതെ. എന്തൊന്നും പറയാത്ത ഞാൻ അതെ ഇല്ല. അത് കുഞ്ഞൻ പറഞ്ഞ പോലെ തന്നെ അതും പ്ലാനിങ് അല്ലല്ലോ. പ്ലാനിങ് ആയിട്ടൊന്നുമില്ല. ഉണ്ടാവുമ്പോ ഉണ്ടാവും. അതന്നെ അത്രേ ഉള്ളൂ. എപ്പ ഉണ്ടായാലും അതെ. പ്ലാനിങ് ആയിട്ടൊന്നുമില്ല. എന്താണ് സങ്കടം? പ്ലാനിങ് ആയിട്ടില്ല എന്ന് പറഞ്ഞത്. പ്ലാനിങ് നമ്മൾക്കില്ലല്ലോ. ഉണ്ടാവുമ്പോ ഉണ്ടാവും. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മള് പോണത്. ഇപ്പൊ പ്ലാൻ ചെയ്യണ സമയമായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രഗ്നന്റ് ആണോ. അതൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇതിലല്ല നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് പ്രഗ്നന്റ് ആണോന്നൊക്കെ. ഇപ്പൊ അല്ല, പ്രഗ്നന്റ് അല്ല കേട്ടാ. ഇപ്പൊ കുറെ ആൾക്കാർ ചോദിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇതിപ്പോ ഇപ്പത്തെ ക്വസ്റ്റ്യൻ ആൻസറിൽ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാ വീഡിയോയിലേക്കും എന്ന കമന്റാണ്. ഏട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എത്ര പേരുണ്ടെന്നൊക്കെ. അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ ഏട്ടനായിരുന്നു. ഇപ്പൊ ഞാൻ വന്നു. അച്ഛനും അനിയനും. അച്ഛൻ കുവൈറ്റിലും അനിയൻ ദുബായിലാണ്. ഇപ്പൊ ഞങ്ങൾ മൂന്നാൾ മാത്രം വീട്ടിലുള്ളോട്ട്. ഞാനും അമ്മയും ഏട്ടനും മാത്രം ഉള്ളോട്ടാ. പിന്നെ ചോദിക്കുന്നുണ്ട് ജോലിക്ക് പോണില്ല എന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട് കമന്റില്. പോകുന്നുണ്ട്. വീഡിയോഗ്രാഫറാണ്. വർക്കുള്ളപ്പോ വർക്കിന് പോകും, അല്ലെങ്കിൽ വീട് ഉണ്ടാവും. പിന്നെ വീട്ടിലിരുന്ന് എഡിറ്റ് ചെയ്യാനും വീട്ടിലിരുന്ന് നല്ല എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ജോലി ഇപ്പൊ പോണത്. പിന്നെ എന്താ ഞാൻ ഒരു കാര്യം പറയാൻ ചോദിച്ചതാ. പിന്നെ എന്തോ ഒരു എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ഇതന്നല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ടെന്ന്. പിന്നെ അച്ഛൻ ദുബായി പോയോന്ന് ചോദിച്ചു, കുവൈറ്റിൽ പോയോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പോയിട്ടാ. അതിപ്പോ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവരാണ്. അച്ഛൻ പോയോന്ന് ചോദിച്ചിരുന്നു. അച്ഛൻ പോയിട്ട് ഇപ്പിക്ക് തോന്നുന്നു 28-ാം തീയതി വരുമ്പോ 2 മാസവും. അനിയനും പോയി.
അപ്പൊ ഇപ്പൊ ഞങ്ങള് മൂന്നാള് മാത്രമേ ഉള്ളൂ. മൂന്നാളുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസും ഇങ്ങനൊക്കെ പോകുന്നു. ഇതിന്റെ ഉത്തരങ്ങളൊക്കെ കയറുന്നു. വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഇടും. ആ പിന്നെ ഇനിയും സംശയങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പൊ എത്ര സംശയങ്ങൾ മാറ്റിയാലും അല്ല പുതിയ ആൾക്കാർ വന്നോണ്ടിരിക്കല്ലേ, പുതിയ ആൾക്കാരല്ലോ. അപ്പൊ പഴയ വീഡിയോസ് ഒന്നും എടുത്ത് കാണാനില്ലല്ലോ. അപ്പൊ അതിന്റെയാണ്. അപ്പൊ നമുക്ക് സംശയങ്ങൾ മാറ്റാലോ അല്ലെ. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നാളെ ഒരു കിടിലും മഴയത്തൊരു ട്രിപ്പാണ്. അപ്പൊ ബൈ പറയാം. ബൈ പറയാം. ബൈ.